വടകരയിൽ ഈ കാര്യത്തിൽ LDFും UDFും നടത്തുന്ന വർഗീയ പ്രചരണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികൾ പറഞ്ഞ ആൾക്കാർ പോലും സ്വീകരിക്കുന്നില്ലല്ലോ. ഏറ്റങ്ങൾക്ക് വിവരമില്ലാത്തത് ഞാൻ എന്ത് ചെയ്യാൻ? പ്രധാനമന്ത്രി 2 തവണ മത്സരിച്ച പോലെയാണോ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പിന്നെ ഈ കാര്യം വ്യക്തമാക്കാതെ ആളുകളെ പറ്റിച്ചതിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനമന്ത്രി 2 തവണ മത്സരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീടാണ് വയനാട് എന്നാണ് പറഞ്ഞത്. എൻ്റെ കുടുംബമാണ് വയനാട്. ഇനിയിപ്പോൾ ഏത് കുടുംബത്തിലായിരിക്കും? രാഹുൽ ഗാന്ധിക്ക് ഒരു കുടുംബവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരികയാണിപ്പോൾ. മുസ്ലിം ലീഗുകാർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ബുദ്ധി ഉദിക്കുള്ളൂ. ഇല്ല, അതൊക്കെ ഇന്നലെ ഞാൻ പ്രതികരിച്ച ആ വിഷയം. കാരണം അത് പകൽ പോലെ വ്യക്തമാണ്. ഒരു ജനപ്രതിനിധി MLA, വലിയ അപമാനമാണ്. നമ്മളെ സ്വന്തം ഈ മണ്ഡലത്തിലെ MLAയും ഭർത്താവും ചേർന്ന് നടത്തിയ പേക്കൂത്തുകൾ. അധികാരത്തിൻ്റെ ഹുങ്ക് ഇത്രമാത്രം തലക്ക് പിടിച്ചാൽ ചെറിയ ആൾക്കാരല്ലേ? അവരൊക്കെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ആൾക്കാരല്ലേ? ഒരു MLAയും ഒരു മേയറൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ തുടങ്ങിയാൽ പിണറായി വിജയൻ്റെ കാലത്തൊക്കെ എത്തുമ്പോൾ എല്ലാ അവസ്ഥ എന്തായിരിക്കും? 3 പിണറായി വിജയന്മാരാവും ഇവരൊക്കെ. അത്രയും ധാർഷ്ട്യവും അധികാര ഹുങ്കുമാണ് അവിടെ കണ്ടിരിക്കുന്നത്. പോലീസ് എന്താണ് കാണിക്കുന്നത്? ഈ ഗണേഷ് കുമാർ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയ വർത്തമാനം പറയണം. ഗണേഷ് കുമാറിൻ്റെ വകുപ്പിലാണ്. ആർജവമുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ശരിയായ നിലപാടെടുക്കണം. ഗണേഷ് കുമാറിന് പിണറായി വിജയനെയും കമ്പനിയെയും ഒഴിവാക്കാനും പറ്റില്ല. താൻ വലിയ ആദർശവാനാണെന്ന് വ്യക്തമാക്കുകയാണ്. അതിനാണ് ഈ പ്രസ്താവന ഇറക്കുന്നത്. ഗണേഷ് കുമാർ പറയണം, ഡ്രൈവർ അടുത്താണോ അപാകത, അല്ല മേയർ അടുത്താണോ MLAയുടെ അടുത്താണോ അപാകത? എന്തടിസ്ഥാനത്തിലാണ് ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ട് ഒരു MLA എന്ത് അടിസ്ഥാനത്തിലാണ് ആളുകളെ ഇറക്കി വിടുന്നത്? അത് DYFI നേതാവ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. മെമ്മറി കാർഡ് കാണാനില്ല. ഗണേഷ് കുമാർ ഇതിന് ഉത്തരം പറയണം. KSRTC ബസ്സിൽ നടന്ന സംഭവത്തിൽ എന്താണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം? എങ്ങനെയാണ് മെമ്മറി കാർഡ് മിസ്സായത്? ആരാണ് അതിനുശേഷം ബസ്സിൽ കയറി വന്നത്? ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണം. വലിയ വർത്തമാനം മറ്റുള്ളവരുടെ കാര്യത്തെ പറഞ്ഞാൽ പോരാ. സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി ഗണേഷും പറയണം മറുപടി. രാഷ്ട്രീയം ഇല്ലെന്ന് ഞങ്ങൾ എന്ത് പറയുമ്പോഴും അതിന് രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ പിന്തുണ ഡ്രൈവർക്കുണ്ട്. കാരണം അവിടെ നടന്നതെല്ലാം ഒരു ജനങ്ങൾ കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും അപൂർവം ചില എന്താ പറയുക, ശങ്കരാടി പറഞ്ഞ പോലെ റാഡിക്കൽ കമ്മികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ആ കാര്യത്തിൽ ഡ്രൈവറുടെ കൂടെയാണ്. വയനാട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി 2 ജയിക്കുകയും വയനാട്ടിൽ രാജിവെച്ചത് പ്രിയങ്ക ഗാന്ധിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു സാധ്യത എന്തെങ്കിലും കാണുന്നു? ഇതൊക്കെ ലീഗുകാരെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നതാണെന്ന്. രണ്ടും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, റായ്ബറേലിയിൽ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല. വയനാട്ടിലും ജയിക്കാനുള്ള സാധ്യത കുറവാണ്.